നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് ചായ കുടിക്കാൻ പോകാറില്ലേ? നമുക്കൊക്കെ സ്ഥിരം ഒരു ചായ സ്പോട്ട് ഉണ്ടാവും അല്ലേ? ചായയും ബൂസ്റ്റും ലൈം ടീയും വടയും പഴംപൊരിയും ഒക്കെ നമ്മൾ പറയും. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ ചിലപ്പോൾ ചില ദുശീലങ്ങളൊക്കെ ഉള്ള ഫ്രണ്ട്സ് ഉണ്ടാവും അല്ലേ? അവർ ചിലപ്പം ഈ ചായയുടെ കൂടെ ഒരു സിഗരറ്റൊക്കെ വലിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ അവിടുന്ന് മാറി നിൽക്കാറുണ്ട്. സിഗരറ്റിൻ്റെ മണം അലർജി ആയതുകൊണ്ടല്ല, ഒരു ക്രിസ്തു വിശ്വാസി ആയതുകൊണ്ട്. നിങ്ങൾ ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഹോസ്റ്റലിൽ നിന്നൊക്കെ പഠിക്കുന്ന സമയത്ത് മറ്റ് ഫ്രണ്ട്സൊക്കെ ഈ കുപ്പിയൊക്കെ എടുത്ത് ആഘോഷിക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്ന് മാറി നിന്നിട്ടില്ലേ? കൂട്ടുകാരുടെയൊക്കെ കല്യാണത്തിന് തലേ ദിവസം പോകുമ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും കള്ള് കുടിച്ച് ചിൽ ചെയ്യുമ്പോൾ നിങ്ങൾ മാറി നിന്നിട്ടുണ്ടാവും അല്ലേ ഒരു മൂലയ്ക്ക്? കാരണം നിങ്ങളൊരു വേർപെട്ട വിശ്വാസി ആയതുകൊണ്ട്. എൻ്റെ ചോദ്യം, ശരിക്കും നിങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ട് മാത്രം നിങ്ങളൊരു യഥാർത്ഥ വിശ്വാസിയാകുമോ? നോ, നെവർ. ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, അവനെ ഓർത്ത് നിങ്ങളുടെ ഹൃദയം വേദനിക്കുമ്പോൾ, അവനെ ഉപദേശിച്ച് അവനെ ആ അഡിക്ഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസിയുടെ കടമ, ഉത്തരവാദിത്വം നിങ്ങൾ പൂർത്തീകരിക്കുന്നത്. നമ്മുടെ പേരൻസൊക്കെ പണ്ട് പറയാറില്ലേ, ചീത്ത പിള്ളേരോട് കൂട്ടുകൂടരുത്, അവരോട് സംസാരിക്കരുത് എന്നൊക്കെ. യേശുക്രിസ്തു പാപികളായിട്ടുള്ള മനുഷ്യരോട് സംസാരിക്കുമ്പോൾ, യേശുക്രിസ്തു ചുങ്കക്കാരോടും പാപികളോടും കൂടെ പന്തിയിലിരുന്നപ്പോൾ പരീശന്മാർ ശിഷ്യന്മാരോട് ചോദിച്ചു, നിങ്ങളുടെ ഗുരു പാപികളുടെ കൂടെ ഭക്ഷിക്കുന്നത് എന്ത് എന്ന്. യേശുവിൻ്റെ ഉദ്ദേശമെന്ന് പറഞ്ഞാൽ, ബിക്കോസ് ഐ നീഡ് ദം. ഞാൻ നീതിമാന്മാരെ അല്ല, പാപികളെ അത്രയേ വിളിപ്പാൻ വന്നു എന്നതായിരുന്നു യേശുവിൻ്റെ മറുപടി. നമ്മൾ പാപികളായ മനുഷ്യരെ കാണുമ്പോൾ അയ്യേ പാപികൾ എന്ന് പറഞ്ഞ് മാറി നടക്കേണ്ടവരല്ല. ഒരു പാപിയായ മനുഷ്യനെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ തോന്നേണ്ടത് ഐ നീഡ് ഹിം. യെസ്, വി ഓൾ നീഡ് ദം. ആമേൻ.